ഹലോ ഫ്രണ്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക് എന്ന പാഠഭാഗത്തിൽ നിന്നും കഴിഞ്ഞ 8 വർഷമായി മാറ്റമില്ലാതെ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായി. ഒരു സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ അഥവാ സ്ഥിതിവിവര പട്ടിക തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കുക എന്ന് പഠിച്ചാൽ വളരെ ഈസിയായി ആ 5 മാർക്ക് നേടാം. ഈ വീഡിയോയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ സ്ഥിതിവിവര പട്ടികയിൽ നിന്നും എങ്ങനെയാണ് മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനായി 2019 SSLC എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യം എക്സാമ്പിൾ ആയി എടുക്കുകയാണ്. The table below shows the number of children in a class sorted according to their heights. If the students are directed to stand in a line according to the order of their heights, starting from the smallest, then ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയെ മുന്നിൽ നിർത്തി അവന് പിറകിലായി മറ്റുള്ളവരെ ഉയരക്രമം അനുസരിച്ച് ഒരു വരിയായി നിർത്തിയാൽ തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ സ്ഥിതിവിവര പട്ടിക നോക്കാം. ആദ്യത്തെ കോളം ഹൈറ്റ് അഥവാ ഉയരമാണ്. രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് ചിൽഡ്രൻ അഥവാ കുട്ടികളുടെ എണ്ണമാണ്. 130 മുതൽ 140 സെന്റിമീറ്റർ വരെ 7 കുട്ടികളാണ്. 140 മുതൽ 150 സെന്റിമീറ്റർ വരെ 9 കുട്ടികളാണ്. 150 സെന്റിമീറ്റർ മുതൽ 160 സെന്റിമീറ്റർ വരെ 10 കുട്ടികളാണ്. 160 സെന്റിമീറ്റർ മുതൽ 170 സെന്റിമീറ്റർ വരെ 10 കുട്ടികളാണ്. 170 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ 9 കുട്ടികളുമാണ്. ഇനി 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ദ ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ. എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് മധ്യമ ഉയരം? വാട്ട് ഈസ് ദ അസ്യൂംഡ് ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ ദ 17th പൊസിഷൻ. 17ാമത്തെ കുട്ടിയുടെ ഉയരം സങ്കല്പ പ്രകാരം എത്രയാണ്? ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്. മധ്യമ ഉയരം കണക്കാക്കുക. ഇതേ പാറ്റേണിലാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ ഒരു സ്ഥിതിവിവര പട്ടിക തന്ന് അതിൽ നിന്നും മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായി വരിക. അതായത് 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ അഥവാ മധ്യമത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനായിരിക്കും. അത് 1 മാർക്കിനാണ് ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് അത് കണ്ടുപിടിക്കാനായിരിക്കും. ഇവിടെ 17th പൊസിഷന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മീഡിയൻ കണ്ടുപിടിക്കാൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായിരിക്കും. ഈ BC ക്വസ്റ്റ്യനുകൾക്ക് 2 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ 5 മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കുക. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അഥവാ സ്ഥിതിവിവര പട്ടിക എഴുതാം. ആദ്യത്തെ കോളം ഹൈറ്റ് ആണ്. രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് ചിൽഡ്രൻ. ഈ ഹൈറ്റ് ആണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ ക്ലാസ് ഇന്റർവെൽ ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ചിൽഡ്രൻ ക്ലാസ് ഇന്റർവെല്ലിലെ ഫ്രീക്വൻസി ആണ്. ഓരോ ക്ലാസ് ഇന്റർവെൽസ് വീതം എഴുതാം. 130 to 140, 140 to 150, 150 to 160, 160 to 170, 170 to 180. ഇനി ഫ്രീക്വൻസി 7, 9, 10, 10, 9. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? പൊസിഷൻ ഓഫ് ദ മീഡിയൻ അഥവാ മധ്യമത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനാണ്. പൊസിഷൻ ഓഫ് ദ മീഡിയൻ അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് n/2, രണ്ടാമത്തത് n+1/2. ആദ്യം തന്നെ എന്താണ് n എന്ന് നോക്കാം. അതായത് ഫ്രീക്വൻസിയെ നമ്മൾ സ്മോൾ ലെറ്റർ f കൊണ്ടാണ് സൂചിപ്പിക്കുകയെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ സം ആണ് സ്മോൾ ലെറ്റർ n എന്നത്. അതായത് 7 + 9 + 10 + 10 + 9 ഇത് എത്രയാണോ അതാണ് n എന്നത്. 7 + 9 എത്രയാണ്? 16 ആണ്. 16 + 10 26, 26 + 10 36, 36 + 9 45. അതായത് ടോട്ടൽ ഫ്രീക്വൻസി
അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ n എത്രയാണ്? 45. ഇനി ഈ n/2 എന്ന ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഈ സ്മോൾ ലെറ്റർ n എന്നത് ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാവുമ്പോൾ. ഇനി n+1/2 എന്ന ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? സ്മോൾ ലെറ്റർ n എന്നത് ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാവുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ n എന്നത് 45 ആണ്. 45 ഒറ്റക്ക സംഖ്യയാണോ അതോ ഇരട്ടക്ക സംഖ്യയാണോ? നമുക്കറിയാം 45 എന്നത് ഒരു ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്? n+1/2 എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. എന്ത് വരും? 45 + 1/2. 45 + 1 എത്രയാണ്? 46 ആണ്. 46ന്റെ പകുതി എന്ന് പറയുന്നത് 23. അതായത് 23rd ചൈൽഡിന്റെ ഹൈറ്റ് ആണ് പൊസിഷൻ ഓഫ് ദ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മീഡിയൻ ഈസ് ദ ഹൈറ്റ് ഓഫ് ദ 23rd ചൈൽഡ്. ഇനി മലയാളത്തിലാണെങ്കിൽ മധ്യമം എന്നത് 23ാമത്തെ കുട്ടിയുടെ ഉയരമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എപ്പോഴും ഒരു സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ്, അതായത് ഏത് മെഷർമെന്റ് ആണോ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ തന്നിട്ടുള്ളത് അതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 17th പേഴ്സന്റെ, അതായത് 17th ചൈൽഡിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ അതിനു മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മീഡിയൻ അഥവാ മധ്യമം കാണാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? x0 + kd. ഇതാണ് ആ ഇക്വേഷൻ. ഈ x0 എന്നതാണ് ആ സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ x0 എന്താണ് വരുന്നത്? 17th പൊസിഷനിലുള്ള കുട്ടിയുടെ ഉയരമാണ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു തരാം. ഇനി k എന്നത് എന്താണ്? ആ സ്പെഷ്യൽ പേഴ്സന്റെ പൊസിഷൻ. ഇവിടെ ഏതാണ്? 17ാമത്തെ പൊസിഷൻ അല്ലെ? ആ 17ാമത്തെ പൊസിഷനിൽ നിന്നും നമ്മുടെ മീഡിയൻ പൊസിഷനിലേക്കുള്ള ദൂരം, അതായത് 17ാമത്തെ കുട്ടിയിൽ നിന്നും 23ാമത്തെ കുട്ടിയിലേക്കുള്ള ദൂരമാണ് k എന്ന് പറയുന്നത്. ഇനി d എന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ആദ്യം തന്നെ ഈ x0 ഈ 17ാമത്തെ കുട്ടിയുടെ പൊസിഷൻ ആയത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മധ്യമ ക്ലാസ് എന്ന് പറയുന്നത് 23ാമത്തെ കുട്ടി നിൽക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുക. ഓക്കെ, അപ്പോ ഈ ക്ലാസ് ഇന്റർവെല്ലിൽ 23ാമത്തെ കുട്ടി നിൽക്കുന്ന ക്ലാസ് ഏതാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ കണ്ടുപിടിക്കാം. ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 7 തന്നെ. ഇനി രണ്ടാമത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7ഉം 9ഉം കൂട്ടിയതാണ്. 7ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 16. ഇനി മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 3 കൂട്ടിയതാണ്. അതായത് 7 + 9 + 10 ആണ്. എത്രയാ? 26. ഇനി നാലാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 + 9 + 10 + 10 ആണ്. 36. ഇനി അവസാനത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എല്ലാ ഫ്രീക്വൻസിയും കൂടെ കൂട്ടിയതാണ്. അതായത് 7 + 9 + 10 + 10 + 9 എത്രയാണ്? 45. ഇനി എന്താണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കുട്ടി മുതൽ 45ാമത്തെ കുട്ടി വരെ നമ്മൾ ഹൈറ്റിന്റെ ക്രമത്തിൽ, അതായത് ഉയരം കുറഞ്ഞ കുട്ടിയിൽ നിന്നും ഉയരം കൂടിയ കുട്ടിയിലേക്ക് നിരത്തി നിർത്തുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടി മുതൽ 7ാമത്തെ കുട്ടി വരെ വരുന്നത് 130 മുതൽ 140 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. ഇനി 8ാമത്തെ കുട്ടി മുതൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര? 16 അല്ലേ? അപ്പൊ 16ാമത്തെ കുട്ടി വരെ വരുന്നത് 140 സെന്റിമീറ്റർ മുതൽ 150 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. ഇനി 17ാമത്തെ കുട്ടി മുതൽ 26ാമത്തെ കുട്ടി വരെ വരുന്നത് 150ന്റെയും 160 സെന്റിമീറ്ററിന്റെയും ഇടയിലാണ്. ഇനി 27ാമത്തെ കുട്ടി മുതൽ 36ാമത്തെ കുട്ടി വരെ വരുന്നത് 160 മുതൽ 170 സെന്റിമീറ്ററിന്റെ ഉള്ളിലാണ്. ഇനി 37ാമത്തെ കുട്ടി മുതൽ 45ാമത്തെ കുട്ടി വരെ വരുന്നത് 170 മുതൽ 180 സെന്റിമീറ്റർ ഹൈറ്റിന്റെ ഉള്ളിലാണ്.
ഇതാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 23ാമത്തെ കുട്ടി നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം 23 എന്നത് 17ന്റെയും 26ന്റെയും ഇടയിലുള്ള സംഖ്യയാണ്. അതായത് 17ാമത്തെ കുട്ടി മുതൽ 26ാമത്തെ കുട്ടി വരെ 150 മുതൽ 160 സെന്റിമീറ്ററിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ ക്ലാസ് അഥവാ മധ്യമ ക്ലാസ് കണ്ടുപിടിക്കുന്നത്. മീഡിയൻ ക്ലാസ് എത്രയാണ്? 150 to 160 ആണ്. ഇനി മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 10 ആണ്. അതായത് മീഡിയൻ ക്ലാസ്സിൽ 10 കുട്ടികളാണുള്ളത്. ഇനി നമുക്കിവിടെ 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ കുട്ടിയായിരിക്കും 17ാമത്തെ കുട്ടി. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു സ്പെഷ്യൽ പേഴ്സന്റെ മെഷർമെന്റ് നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. ആ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ് അഥവാ മധ്യമ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആളാരാണ്? 17ാമത്തെ കുട്ടിയല്ലേ? ഈ 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ ചോദ്യം എന്നത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സന്റെ മെഷർമെന്റ് ആയിരിക്കും. അത് ഹൈറ്റോ വെയിറ്റോ എന്താണോ ആ മെഷർമെന്റ് ആയിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ആ 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ചോദിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? L + D/2. ഇതാണ് ഇക്വേഷൻ. ഈ L എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് ഇത് 150, അപ്പർ ലിമിറ്റ് ആണ് 160. ഇനി D എന്നത് എന്താണ്? D = അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അതായത് മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എത്രയാ? 160. ഇനി മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റോ 150 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്? 10. 160ൽ നിന്നും 150 പോയാൽ 10 ആണ്. 10/10 1. അതായത് ഡി എന്നത് എത്രയാണ് കിട്ടിയത്? 1 ആണ്. ഇനി നമുക്ക് X17 അതായത് 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാം. L എത്രയാണ്? 150 പ്ലസ് ഡി എന്നത് 1 ആണ് ബൈ 2. അതായത് 150 + 1/2. 1/2 എന്ന് പറയുന്നത് 0.5നെയാണ്. അപ്പൊ 150 + 0.5 എന്ത് വരും? 150.5 സെന്റിമീറ്റർ ആണ് 17ാമത്തെ കുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, അതെപ്പോഴും മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനായിരിക്കും. മീഡിയൻ കാണാനുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്താണ്? X0 + KD. ഈ X0 എന്നത് എന്താണ്? ആ സ്പെഷ്യൽ പേഴ്സന്റെ ഹൈറ്റ് ആണ്. അതായത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യം വരുന്ന ആളുടെ ആദ്യം വരുന്നത് ആരാ? 17 അല്ലേ? ഈ ചോദ്യത്തിൽ 17ാമത്തെ ആളാണ്. ഏതൊരു ചോദ്യത്തിലായാലും മീഡിയൻ ക്ലാസ്സിൽ ആദ്യം വരുന്ന പേഴ്സൺ ആണ് ആ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 17ാമത്തെ കുട്ടി ആയതുകൊണ്ട് നമ്മൾ X0ന്റെ സ്ഥാനത്ത് X17 എന്ന് എഴുതുന്നു. പ്ലസ് അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് K. K എന്നത് എന്താണ്? മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സൺ. ഓക്കെ, ആദ്യത്തെ പേഴ്സന്റെ പൊസിഷൻ 17 ആണ്. ഈ 17ൽ നിന്നും മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത് 23 അല്ലേ? 23ലേക്കുള്ള ദൂരമാണ് K എന്ന് പറയുന്നത്. അപ്പൊ K കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മീഡിയൻ പൊസിഷൻ അതായത് 23ൽ നിന്നും മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സന്റെ പൊസിഷൻ 17. 23ൽ നിന്നും 17 പോയാൽ 6. അതാണ് K എന്ന് പറയുന്നത്. 6 × D എത്രയാണോ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 1. ഇനി 17ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 150.5 സെന്റിമീറ്റർ ആണ്. പ്ലസ് 6 × 1 6. 150.5 പ്ലസ് 6 എന്ത് വരും? 156.5 സെന്റിമീറ്റർ ആണ് മീഡിയൻ ഹൈറ്റ് അഥവാ മധ്യമ ഉയരം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ ഈസിയായി SSLC കണക്ക് പരീക്ഷയ്ക്ക് ഒരു 5 മാർക്ക് നേടിയെടുക്കാം. എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.